ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ല, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ. അപ്പം വിജയദശമി ആയതുകൊണ്ട് ഡാൻസ് ക്ലാസ്സിൽ പോകണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നാട്ടിലോട്ടൊന്ന് പോവാണ്. ഒരു ഷോർട്ട് ട്രിപ്പാണ് കേട്ടോ, ഒരു 2-3 ഡേയ്സ് ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് പോയാലോ? ഏകദേശം വന്നിട്ട് നമുക്ക് ഇറങ്ങാൻ ടൈമായിട്ട്. ഇപ്രാവശ്യം ഗണേശ് വരുന്നില്ല, ഞാനും മോനും കൂടിയാണ് പറഞ്ഞത്. ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ എപ്പോഴത്തെ മാതിരിയും ട്രങ്ക് ബാഗ് തന്നെയാണ്, പിന്നെ ഒരു ഷോൾഡർ ബാഗ് ഉണ്ടാവും. അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പോണ വഴിക്കാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ടൈം വന്നിട്ട് നൈറ്റ് 10:15 ഉണ്ടാവും. 11:15 കേട്ടോ നമുക്ക് ട്രെയിന്. അപ്പം ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ പോകുന്ന വഴിക്ക് കഴിക്കാമെന്നായിരുന്നു. അപ്പം തിരുനെല്ലിയിൽ ഹൈവേയിലുള്ള മധുരത്തിലാണ് നമ്മൾ കയറിയത്. അപ്പം കോൺ ദോശയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. കോൺ നെയ് റോസ്റ്റ് ഇല്ലേ, അതായിരുന്നു ഓർഡർ ചെയ്തത്. അപ്പം മോന് വന്നിട്ട് ഗണേശ് വാരി കൊടുക്കുമായിരുന്നു. കൂടെ വന്നിട്ട് അവന് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞു. പിന്നെ പോണ വഴിക്ക് കഴിക്കാൻ സ്നാക്സ് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ തന്നെ സ്നാക്സ് സെയിൽ ചെയ്യുന്ന ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പം അവിടെ തന്നെ കയറിയിട്ട് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പം നൈറ്റ് ടൈം ക്രേവിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല. ട്രെയിനിനി ഇവിടുന്ന് നിർത്തിയ ഒരു കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്യുന്നത് നമുക്ക് കൊല്ലത്ത് പോയതിന് ശേഷമാണ്. അപ്പം അവിടുന്ന് മാത്രമേ എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പം അത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് ഇവിടുന്ന് തന്നെ എന്തെങ്കിലും സ്നാക്സ് വാങ്ങിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഏകദേശം ഒരു 11 മണിയായി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മുമ്പ് പാലരുവി വന്നിട്ട് തിരുനെൽവേലി ടു പാലക്കാടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് തൂത്തുക്കുടിയിൽ നിന്ന് എടുത്തിട്ട് പാലക്കാട് വരെ പോകുന്ന ട്രെയിനാണ്. സോ തിരുനെൽവേലിയിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ടൈം കൂടെ കിട്ടുമായിരുന്നു. പക്ഷേ തൂത്തുക്കുടി ആയതുകൊണ്ട് ട്രെയിൻ അധികം നേരം നിൽക്കില്ല. അപ്പോൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരിക. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. S4 ആയിരുന്നു നമ്മളെ കോച്ച്. അപ്പോൾ വണ്ടി ഏകദേശം എടുത്തിട്ടുണ്ട് തിരുനെൽവേലിയിൽ നിന്ന് കേട്ടോ. നമുക്ക് 2 ടിക്കറ്റാണ് ഉണ്ടായിരുന്നത്. ഒന്ന് മിഡിൽ ബർത്തും പിന്നെ ഒന്ന് അപ്പർ ബർത്തും. എനിക്ക് മോന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 5 വയസ്സായി നമ്മൾ ഫുൾ ടിക്കറ്റ് എടുക്കണം. അപ്പം മിഡിൽ ബർത്ത് ആണെങ്കിൽ നമുക്ക് കാലത്ത് 6 മണിക്ക് തന്നെ നമ്മളെ എണീപ്പിച്ച് വിടും എന്നുള്ളതുകൊണ്ട് ഞാൻ വന്നിട്ട് അപ്പർ ബർത്തിലായിരുന്നു രണ്ടുപേരും. അപ്പോൾ ഇപ്പോൾ മോർണിംഗ് ആയി, ഏകദേശം ഒരു 7-8 മണിയായിട്ടോ. നമ്മൾ കോട്ടയം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് എങ്ങനെ പോയാലും ഒറ്റപ്പാലം എന്ന് പറയുമ്പോൾ നമ്മളൊരു 10:58 11 മണിക്കാണ് ഓൺ ടൈം ആണെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ അതൊരിക്കലും ഓൺ ടൈമിന് പോകാറില്ല. അപ്പം അത്യാവശ്യം റഷൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ലീവ് ടൈം ആണെങ്കിൽ നല്ല റഷായിരിക്കും എന്നായിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷെ അത്ര റഷൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒറ്റപ്പാലം ട്രെയിൻ ഇറങ്ങിയിട്ട് ഇപ്പം നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നാട്ടിലെത്തി നമ്മൾ മാഷേട്ടനെ കണ്ടിരിക്കുകയാണ്. അല്ല വരവേൽക്കാൻ അവിടെ ഉണ്ടായിരുന്നു. വന്ന ദിവസം തന്നെ ഈവനിങ് ഞങ്ങളൊരു പടത്തിന് ഇറങ്ങിയതാട്ടോ. നമ്മൾ ലോക മൂവിക്കാണ് പോയത്. എനിക്ക് നാട്ടിലാകുമ്പോൾ അവിടെ ആകുമ്പോൾ ലോക മൂവി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഒരുപാട് ദിവസമായല്ലോ റിലീസായിട്ട്. അത് എപ്പോൾ വേണമെങ്കിലും പോകാമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അന്ന് തന്നെ ഇറങ്ങിയതാട്ടോ. അപ്പോൾ മാഷ് വന്നിട്ടുണ്ട്. മൂവി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല തീമാണ്. എന്നാലും ചില സമയത്തൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു കംഷ്ടൊക്കെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ വിജയദശമി ആണല്ലോ. അപ്പോൾ വിജയദശമിക്ക് ദർശനം വയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ നാട്ടിലേക്ക് വന്നത്. അപ്പം ഡാൻസ് ക്ലാസ്സിൽ പോയി. അപ്പോൾ മോർണിംഗ് വന്നിട്ട് വിജയദശമിയുടെ പൂജയൊക്കെ കഴിഞ്ഞ് കുട്ടികളെല്ലാവരും ഗുരുക്കൾക്ക് എല്ലാവർക്കും, അതായത് മാഷ് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ഗുരുക്കന്മാർക്കും ദക്ഷിണ വയ്ക്കുക. ഡാൻസ് ക്ലാസ്സിൽ ആ ഒരു ചടങ്ങിൻ്റെ കുറച്ച് ക്ലിപ്സ് മാത്രമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. മാണിക്യ വീണാമുപലാളയന്തീം മദാലസാം മഞ്ജുളവാഗ്യുലാസാം മാഹേന്ദ്ര നീലദ്യുതി കോമളാംഗീ മാതംഗ കന്യാം മനസാ സ്മരാമി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.